നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടുകയാണ്. ആർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. കാരണം ഈ ടൂർണമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾ തമ്മിൽ ഫൈനൽ മാറ്റുരയ്ക്കുമ്പോഴേക്കും എല്ലാവരും ആഗ്രഹിച്ച പോലെ ഏറ്റവും ന്യായമായ ഒരു ഫൈനൽ എന്ന് തന്നെ കരുതാം. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗ്രൂപ്പ് എയിൽ ന്യൂസിലൻഡും ഇന്ത്യയും ഒരേ ഗ്രൂപ്പിലായിരുന്നു. അതിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ സെമി ഫൈനലിലേക്ക് പോകുന്നത് തന്നെ. ന്യൂസിലൻഡ് ഏറ്റ ഏക പരാജയവും ഇന്ത്യയുമായിട്ടാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ, അതും എടുത്തു പറയേണ്ടതാണ്. ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഫൈനലിൽ മാറ്റുരയ്ക്കുമ്പോഴേക്കും വിജയം ആർക്കൊപ്പം? ഇത് വലിയ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ന്യൂസിലൻഡ് ആവട്ടെ ഇന്ത്യക്കെതിരെ ടെസ്റ്റിൽ വൈറ്റ് വാഷ് നടത്തിക്കൊണ്ടാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ന്യൂസിലൻഡ് വരുന്നത്. പക്ഷേ അതിന് പിന്നാലെ ഇന്ത്യ അതിന് ചാമ്പ്യൻസ് ട്രോഫിയിൽ മറുപടി കൊടുക്കുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ ഇത്ര എളുപ്പമാണോ ഇന്ത്യക്ക് എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും മികച്ച ഫോമിൽ, എല്ലാവരും മിന്നും ഫോമിലാണ്. രോഹിത് ശർമ്മ മാത്രമാണ് കുറച്ചെങ്കിലും റൺ വേട്ടയിൽ കുറഞ്ഞു നിൽക്കുന്നതെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ കളിക്കാരും ഫോമിൽ നിൽക്കുന്നത് ഇന്ത്യൻ ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മാത്രമല്ല ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ തുടങ്ങുന്നതിന് മുമ്പ് 5 സ്പിന്നർമാരുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത് എന്നൊരു വലിയ വിമർശനവുമായിട്ട് എത്തിയിരുന്നെങ്കിൽ പോലും ആ വിമർശകരെ വാടപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ സ്പിന്നർമാർ തിളങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയ അതേ പിച്ചിലാണ് മത്സരം നടക്കുന്നത്. ആ പിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ അന്നത്തെ മത്സരത്തിൽ 5 വിക്കറ്റുകളാണ് നമ്മുടെ സ്പിന്നർമാർ നേടിക്കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഫൈനലിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴേക്കും ഇന്ത്യൻ നിരയിൽ 4 സ്പിന്നർമാരുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് തുടങ്ങിയ സ്പിൻ നിരകൾ വരുൺ ചക്രവർത്തിയോടൊപ്പം തന്നെ നിൽക്കുമ്പോഴേക്കും അതോടൊപ്പം തന്നെ പേസറായി മുഹമ്മദ് ഷമിയും ഹാർദിക് പാണ്ഡ്യയും എത്തുന്നു എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് നമ്മൾ കൊടുത്തൊരു വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു മീഡിയം പേസ് ബോളറിന് നമ്മൾ ഏറ്റവും മുൻനിരയിൽ ഒരു പേസ് ബോളറാക്കി മാറ്റുന്നു. ഹാർദിക് പാണ്ഡ്യയെ ഓവർ തുടങ്ങാൻ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ വിശ്വാസ്യത, ഒരു ബാറ്ററിനേക്കാൾ ഉപരി ഒരു ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയെ നമ്മൾ ബൗളിംഗിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു സ്പിന്നറെ എക്സ്ട്രാ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഒരു വാതിൽ തുറക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. നേരെ മറിച്ച് ന്യൂസിലൻഡ് നോക്കിയേ, വിൽ യങ്ങും റച്ചിൻ രവീന്ദ്രയും ഉൾപ്പെടെ അടങ്ങുന്ന ഒരു വമ്പൻ ഫോമിൽ നിൽക്കുന്ന പ്ലെയേഴ്സ്, കൂട്ടത്തിൽ കെയ്ൻ വില്യംസണും ഗ്ലെൻ ഫിലിപ്സും ഒക്കെ നടത്തുന്ന ആ ഒരു പോരാട്ട വീര്യം തന്നെയാണ് ന്യൂസിലൻഡ് മറുഭാഗത്ത് ഏറ്റവും ശക്തരായി മാറ്റുകയും ചെയ്യുന്നത്. ബൗളിംഗ് നിരയിലും അവർക്ക് വലിയ കുറവുകളൊന്നും തന്നെ ഇല്ല. സാൻഡലറും ബ്രേസ്വെലും ഗ്ലെൻ ഫിലിപ്സിന് സ്പിൻ എറിയാൻ സാധിക്കും. അങ്ങനെ ഒരു സ്പിൻ അറ്റാക്കും ന്യൂസിലൻഡിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ ഒരു ആവേശകരമായ ഫൈനൽ പ്രതീക്ഷിക്കുക തന്നെയാണ് രണ്ട് രാജ്യങ്ങളും ക്രിക്കറ്റ് ലോകവും. പക്ഷേ മാത്രമല്ല വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ ഇവരുടെയൊക്കെ അവസാനത്തെ ICC ടൂർണമെൻറ്റ് ആയിരിക്കും ഇതെന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. 2027 ലോകകപ്പിന് മുന്നോടിയായി തന്നെ ഈ തവണത്തെ ഈ ചാമ്പ്യൻസ് ട്രോഫി നേടുക, അതിലൂടെ തന്നെ വിരമിക്കലിലേക്ക് ഈ പ്രധാന താരങ്ങളെല്ലാം മാറുമോ എന്നൊരു വലിയ പ്രസക്തമായ ചോദ്യവും ഒരു സൈഡിൽ നിൽക്കുകയാണ്. പക്ഷേ വിരമിക്കലിലേക്ക് കാര്യങ്ങൾ മാറുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ഒരു ട്രോഫിയുമായി തന്നെ വിരമിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം T20 ലോകകപ്പ് നേടിയതോടുകൂടി തന്നെ രോഹിത്തും വിരാട്ടും ജഡേജയും അപ്പോൾ തന്നെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരുന്നത്. ഒരു T20 ലോകകപ്പ് കൊടുത്തു, T20 ഇൻ്റർനാഷണൽസിൽ നിന്ന് താങ്കൾ വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി നേടിക്കൊടുത്ത് ഒരു 50 ഓവർ മത്സരത്തിൽ നിന്നും വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ടീമിന് വലിയ നഷ്ടമാവും, അതിനകത്ത് കാര്യമൊന്നുമില്ല. പക്ഷേ പുതിയ തലമുറ, പുതിയ താരങ്ങൾ എല്ലാവരും വരട്ടെ എന്നുള്ളൊരു തന്നെയാണ് ഈ എക്സ്പീരിയൻസ്ഡ് താരങ്ങളും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. ഇനി മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ എത്ര ശതമാനം ചാൻസ് ഉണ്ട്? ബുംറ ഇല്ലാതെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിലെങ്കിലും കിടക്കുമോ എന്നൊരു വലിയ ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ബൗളിംഗ് നിര അത്രമേൽ മികച്ചതായി മാറുകയായിരുന്നു ചെയ്തത്. എല്ലാ വിമർശകരെയും വാടപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ബൗളർമാരും അത്രമേൽ ഉയർന്നു. മുഹമ്മദ് ഷമി പരിക്ക് മൂലം കുറേ മത്സരങ്ങളിൽ നിന്ന് മാറി നിന്നു. പക്ഷേ പിന്നീട് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുമ്പോഴേക്കും ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റിലേക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് താരം എത്രമാത്രമാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് കൃത്യമായി ഷമി വിളിച്ചോതുന്നതായിരുന്നു ഈ മത്സരങ്ങളെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും കൂട്ടുനിൽക്കുന്നു. സ്പിന്നർമാർ നടത്തിയ മികച്ച പോരാട്ടവും അതോടൊപ്പം തന്നെ പറയേണ്ടതാണ്. ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോഴേക്കും ശുഭ്മൻ ഗില്ലും KL രാഹുലും നടത്തുന്ന പോരാട്ടങ്ങൾ, അവരുടെ ഇന്നിങ്സുകൾ, ശ്രേയസ് അയ്യർ എത്രയോ മികച്ചതായി വിരാട് കോഹ്ലിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. വിരാട് കോഹ്ലി ഫോമിലേക്ക് തിരിച്ചു വരുന്നത് 250 ഒരു സെഞ്ചുറിയോടും കൂടി വിരാട് കോഹ്ലി തിരിച്ച് ഫോമിലേക്ക് വരുന്നത് എത്രയോ ഉന്മേഷം ഇന്ത്യൻ ആരാധകർക്ക് നൽകുന്നതാണ്. അങ്ങനെ ഒരു സോളിഡ് ബാറ്റിംഗ് ലൈനപ്പിനോടൊപ്പം തന്നെ ഒരു ഗംഭീര സ്പിൻ അറ്റാക്കും അതോടൊപ്പം തന്നെ കൂട്ടു നിൽക്കാൻ ഹാർദിക് പാണ്ഡ്യയും ഷമിയും കൂടെ പേസ് ബോളിംഗിലേക്ക് വരുമ്പോഴേക്കും 100% സെറ്റാണ് ഇന്ത്യൻ ടീം. ന്യൂസിലൻഡും അതോടൊപ്പം തന്നെ സെറ്റാണ്. ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ ന്യൂസിലൻഡ് പരാജയപ്പെട്ടതിനൊരു തിരിച്ചടിയായി തന്നെയാണ് ന്യൂസിലൻഡ് ഫൈനൽ കാണുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം 2019 നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ധോണിയുടെ റണ്ണൗട്ടിലൂടെ ഇന്ത്യ പരാജയപ്പെട്ട് പുറത്തു പോകുന്നത് ന്യൂസിലൻഡിനെതിരെയാണ്. അപ്പോൾ അതിനൊരു കണക്ക് തീർക്കലും എല്ലാം തന്നെ ഇതിൻ്റെ പിന്നാലെ ഇന്ത്യക്കും ഉണ്ട് താനും. കാരണം ന്യൂസിലൻഡിനെതിരായിട്ട് ഇന്ത്യ നടത്തുന്ന പോരാട്ടങ്ങൾ എപ്പോഴും ഒരു നെയിൽ ബൈറ്റിംഗ് ഫിനിഷിലേക്ക് കാര്യങ്ങൾ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫൈനൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാൻ ആണ് വേദിയെങ്കിൽ പോലും, പാകിസ്ഥാൻ ആണ് ഈ ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും
ഇന്ത്യ ഫൈനലിലേക്ക് കടന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായി, ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പാകിസ്ഥാനും പുറത്തായി. അങ്ങനെ ഒരു ഗതികേടിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. പക്ഷേ ദുബായിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ആരാധകർ ഗ്രൗണ്ടിലുണ്ടാകാം. അവരെല്ലാവരും ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും രോഹിത്തിന് ആ ഒരു ട്രോഫി, ഇന്ത്യക്ക് വിരാട് കോഹ്ലിയിലൂടെയും സൗരവ് ഗാംഗുലിയുടെയും നഷ്ടമായ ആ ഒരു ചാമ്പ്യൻസ് ട്രോഫി രോഹിത് ശർമ്മ നേതൃത്വം വഹിക്കുമ്പോൾ ഇന്ത്യക്ക് നേടാൻ സാധിക്കുമോ? ആ ഒരു വലിയ ചോദ്യത്തിൽ ഉറ്റുനിൽക്കുകയാണ് ക്രിക്കറ്റ് ലോകം.